മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ ഒരു പ്രസംഗത്തിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് മാത്രവുമല്ല, ഇസ്രായേലി ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തില് എത്രത്തോളം പോർ വിമാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ കണക്കുകള്, അതേപോലെ തന്നെ എത്രത്തോളം സ്ഥലത്തേക്ക് ആക്രമണം നടത്തി എന്നുള്ളതിന്റെ കണക്കുകള് IDF ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആയത്തുള്ള അലി ഖൊമൈനി പഠമായോ അതുമായി ബന്ധപ്പെട്ടും വലിയൊരു പ്രഖ്യാപനം ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും യുദ്ധത്തിന്റെ തൊട്ടു പിന്നാലെ, ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിച്ചതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇറാനിലെ തീവ്രവാദ ഭരണകൂടം ഉയർത്തുന്ന അസ്തിത്വ ഭീഷണി ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ഓപ്പറേഷൻ ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ചു. നമ്മുടെ ഉറ്റ സുഹൃത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചരിത്രപരമായ നേതൃത്വത്തിന് ഞാൻ നന്ദി പറയുന്നു. 47 വർഷമായി ആയത്തുള്ള ഭരണകൂടം ഇസ്രായേലിന് മരണം, അമേരിക്കക്ക് മരണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ രക്തം ചിന്തി നിരവധി അമേരിക്കക്കാരെ കൊല്ലപ്പെടുത്തി സ്വന്തം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തു. ഈ കൊലപാതക ഭീകര ഭരണകൂടം മുഴുവൻ മനുഷ്യരാശിയെയും ഭീഷണിപ്പെടുത്തുന്ന ആണവായുധങ്ങൾ കൊണ്ട് സജ്ജീകരിക്കരുത്. നമ്മുടെ സംയുക്ത പ്രവർത്തനം ധീരരായ ഇറാനിയൻ ജനതയ്ക്ക് അവരുടെ വിധി സ്വന്തം കൈകളിലേക്ക് എടുക്കാൻ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ഇറാനിലെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും, പേർഷ്യക്കാർ, കുർദുകൾ, അസർബൈജാനികൾ, ബലൂജികൾ, അഹ്വാസികൾ, സ്വേച്ഛാധിപത്യത്തിന്റെ മുഖം വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യവും സമാധാനപരവുമായ ഇറാൻ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇസ്രായേൽ പൗരന്മാരെ, ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ദി റോർ ഓഫ് ദി ഹാരിയർ എന്ന ഓപ്പറേഷനിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ ആഹ്വാനം ചെയ്യപ്പെടും. ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടിയും നമ്മൾ ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് പോരാടും, ഒരുമിച്ച് ഇസ്രായേലിന്റെ നിത്യത ഉറപ്പാക്കും. ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേലി പ്രധാനമന്ത്രി ലോകത്തോട് പ്രഖ്യാപിച്ചതിന്റെ കൃത്യമായ പരിഭാഷയാണ് നമ്മളിവിടെ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് BBC, റോയിട്ടേഴ്സ്, അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യക്തമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആയത്തുള്ള അലി ഖൊമൈനി എന്ന മതഭ്രാന്തൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള നിരവധി സൂചനകൾ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു എന്ന് റോയിട്ടേഴ്സ്, BBCയിലൊക്കെ തന്നെ വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ സ്ക്രീൻഷോട്ടുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ആയത്തുള്ള അലി ഖൊമൈനി പടമായി എന്നുള്ളത് തന്നെയാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ലോക സമാധാനത്തിന് ഇസ്രായേൽ ചെയ്തിട്ടുള്ള വലിയൊരു സംഭാവനയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഇസ്രായേലി പ്രധാനമന്ത്രി കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങൾ ഇറാനിയൻ ജനതയ്ക്കെതിരെയല്ല, ഞങ്ങൾ മതഭ്രാന്തന്മാർക്ക് എതിരെയാണ്. ലോക സമാധാനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഇറാനിയൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറാന്റെ മതഭ്രാന്തന്മാരെ, ആ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ വലിച്ചെറിയേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു എന്ന് കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അതേപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 200 IAF ജെറ്റുകൾ പടിഞ്ഞാറൻ മധ്യ ഇറാനിലെ മിസൈൽ നിരക്കും IRGCയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ വിശാലമായ ആക്രമണം നടത്തി. ഇറാനിലുടനീളം നിരവധി സ്ഥലങ്ങളിലായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും ഉൾപ്പെടെ 500+ ലക്ഷ്യങ്ങൾ ഒരേ സമയം ആക്രമിച്ചു. മികച്ച ഇന്റലിജൻസ് ഉപയോഗിച്ച് കൃത്യമായ ആസൂത്രണം നടത്തിയതും
നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളെ സമന്വയിപ്പിച്ചതും ആയ ആക്രമണങ്ങൾ ഇറാനിയൻ വ്യോമാതിർത്തിയേക്കാൾ വ്യോമസേനയുടെ വ്യോമ മേധാവിത്വം വികസിപ്പിക്കാൻ അനുവദിച്ചു. ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഇസ്രായേൽ ഇറാനിലേക്ക് കയറി അടിച്ചത് 200-ലധികം പോർ വിമാനങ്ങൾ ഇറാന്റെ ടെഹ്റാന് മുകളിൽ, ഇറാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ടെഹ്റാന് മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ട് 500-ലധികം ടാർഗറ്റുകൾ, 500-ലധികം ലക്ഷ്യങ്ങൾ ഇസ്രായേൽ കണ്ടു. 500-ലധികം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ അടിച്ച് നിരത്തി എന്നുള്ളതാ വ്യക്തമായിട്ട് ഇസ്രായേലിന്റെ സൈന്യം ഇപ്പോ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടത്. ഇത് വെറും പേപ്പർ എഴുത്ത് മാത്രല്ല, ഇതിന്റെ വീഡിയോകൾ ഉൾപ്പെടെ, ഇതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോകൾ ഉൾപ്പെടെ, ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്ത് ഇസ്രായേൽ വിട്ടു കഴിഞ്ഞു. ലോകം തിരിച്ചറിയുന്നു ഇറാന്റെ അടിവേര് മാന്തിയിട്ടുള്ളൊരു 1.5 ആക്രമണമായിരുന്നു ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയത് എന്ന്. അതിന്റെ വെപ്രാളത്തിലാണ് ഇസ്രായേലിനെയോ അമേരിക്കയെയോ ആക്രമിച്ച് പരാജയപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് ഇറാൻ ഇപ്പോ അറബ് രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇപ്പോ ആക്രമണം നടത്തുന്നത്. നമ്മുടെ കേരളത്തിലെ സകല മാപ്രകളും കൂടി ഇറാന് വേണ്ടിയിട്ട് എന്തോ പ്രചരണം നടത്തുന്നത് പോലെയാ, ഉളുപ്പില്ലാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. ഇസ്രായേൽ എന്തോ മലമറിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് നിറികേടാണ്! നമ്മളിൽപ്പെട്ട മലയാളികള്, ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേൽ ഇപ്പോഴും അവര് സുരക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിരവധി ആളുകൾ നമുക്കുൾപ്പെടെ മെസ്സേജ് അയക്കുന്നുണ്ട്. അവര് ബങ്കറുകളില് സേഫാണ്, അവര് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇവിടെ മാധ്യമങ്ങൾ ഉളുപ്പില്ലാതെ പച്ചക്കള്ളം വിളിച്ചു പറയാ, പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് അതേപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു നെറുകേടുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഇറാൻ UAE പോലെയുള്ള നമ്മുടെ മലയാളികൾ, നിരവധി ലക്ഷക്കണക്കിന് ആളുകളുള്ള കുവൈത്ത്, ഖത്തർ, നമ്മുടെ മലയാളികളുള്ള ഇത്തരം രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുമ്പോ ഇറാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. എന്താ ഇത് ലക്ചറോ? ഉളുപ്പില്ലാതെയാണ് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ അവരുടെ ഓരോ വിളിച്ചു പറഞ്ഞു പോകുന്നത്. നമ്മളിൽപ്പെട്ട മലയാളികളുള്ള ഒരു സ്ഥലത്തേക്ക്, ലക്ഷക്കണക്കിന് മലയാളികളുള്ള സ്ഥലത്തേക്ക് ഈ ഇസ്രായേൽ ഒരു സൗകര്യമുണ്ട്. ഇസ്രായേലിൽ സകല സാധാരണക്കാർക്കും കയറിയിരിക്കാൻ ബങ്കറുകളുണ്ട്. ഓരോ വീട്ടിലും സേഫ്റ്റി, അതായത് അവർക്ക് അവരുടേതായ സുരക്ഷയുണ്ട്. ഓരോ വീടുകളിലുണ്ട്. ഓരോ മലയാളിയും, അവിടെ ജോലിക്ക് പോയ ഓരോ മലയാളിയും, ഓരോ ഇന്ത്യക്കാരനോ ഇത്തരത്തിലുള്ള സുരക്ഷയിലാണ് ഇസ്രായേലിന് മുന്നോട്ട് വന്നത്. അതേസമയം ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമിക്കുമ്പോ അതിന് കൈയടിക്കുന്ന നിറുകെട്ട മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ബങ്കറുമില്ല, ഒരു തേങ്ങയില്ല. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ, അപ്പൊ ഈ ഇറാൻ അയക്കുന്ന മിസൈലുകളൊന്ന് ചിതറിയാൽ പോലും ആ ചിതറിത്തെറിക്കുന്നത് കൊണ്ടാൽ നമ്മളിൽപ്പെട്ട ആളുകൾ കൊല്ലപ്പെടും. ഇറാൻ അത്രത്തോളം നെറുകേട് ചെയ്തിട്ടും ഇറാൻ അങ്ങനെ ചെയ്തു. ആർക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള മാധ്യമങ്ങൾ വാർത്ത വായിക്കുന്നത്? കേരളത്തിലെ ജിഹാദികൾക്ക് വേണ്ടിയിട്ടോ? അവരുടെ പ്രധാനപ്പെട്ട തന്തയായിട്ടുള്ള അലി ഖമൈനിയെ പടമായിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ യുദ്ധം ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ നിൽക്കാനും പോകും, ഒരു തർക്കവും വേണ്ട. വ്യക്തമായിട്ട് നെതന്യാഹു സൂചനകൾ നൽകി കഴിഞ്ഞു. സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്ത വന്നു. ഇനി ഔദ്യോഗിക സ്ഥിരീകരണത്തിന്റെ സമയം, ആ ഒരു കാത്തിരിപ്പേ ഉള്ളൂ. പടമായിട്ടുണ്ട്. ലോകത്ത് തീവ്രവാദത്തിന് ആര് തുനിഞ്ഞിറങ്ങിയോ അവരുടെ അന്ത്യം ഇതുപോലെ വല്ല പൊട്ടിത്തെറിയും തന്നെ ആയിരിക്കും. ഒരു തർക്കവും വേണ്ട. അന്തിമ വിജയം അത് നീതിക്ക് മാത്ര, അത് ഇസ്രായേൽ മാത്രമേ ജയിക്കൂ. ഒരു തർക്കം അതിൽ വേണ്ട. കാരണം ഭീകരവാദത്തെ തുടച്ചു നീക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യ. നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികളെ ഗൾഫ് രാജ്യങ്ങളുണ്ട്. ഈ നശിച്ച ഖൊമൈനി ഭരണകൂടം തീരേണ്ടത് മലയാളികളുടെ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. ആ ആവശ്യത്തിന് ശക്തമായിട്ട് പടപൊരുതുന്നത് ഇസ്രായേലാ. ആ നന്ദി ഇസ്രായേലിനോട് ഓരോ മലയാളിക്കും ഉണ്ടാവണം.